സ്വലാത്ത് എന്ന് പറയുന്നത് അഭിവാജ്യ ഘടകമാണ്. ഖുർആൻ ഓതുന്നത് പോലെ, ദിക്ർ ചെല്ലുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്ന് മാത്രമല്ല കൽപ്പന കൊണ്ട് നമുക്ക് കൽപ്പിക്കപ്പെട്ടതാകുന്ന ഒരു അമല് കൂടിയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയുടെ പദപ്രയോഗം നടത്തുകയാണ്. നിശ്ചയം അല്ലാഹുവും അവന്റെ മലക്കുകളും മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, സ്വലാത്ത് അർപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലായികത്തുകളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാൻ പുൽകിയതാകുന്ന വിശ്വാസികളെ. ഇന്നലത്തെ നമ്മുടെ ടോപ്പിക് അതായിരുന്നു, ഈമാൻ സലാമത്തായി മരിക്കുക എന്നുള്ളതാണ്. ആ ഈമാൻ നിറവടിയായി നിലകൊള്ളുന്നതായ പ്രിയപ്പെട്ട മുഅ്മിനേ, നീ നിന്റെ ജീവിതത്തിൽ ഇനി കൊണ്ടുവരേണ്ടുന്നതായ അമല് സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് സലാമുകൾ അർപ്പിക്കലാണ്. വിശുദ്ധമായ നമസ്കാരം 5 വഖത്ത് കൃത്യമായി ജുമാ ജമാഅത്തുകൾ നിർവഹിക്കുന്ന ചെറുപ്പക്കാരാ, കൃത്യമായി വീടിന്റെ അകത്തളങ്ങൾ തന്നെ ആദ്യ വഖത്ത് ശ്രദ്ധിക്കുന്നതായ പ്രിയപ്പെട്ട ഉമ്മ, ഖുർആൻ ഓതുന്നതിലൂടെ നമസ്കാരം നിലനിർത്തുന്നതിലൂടെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ പവർ അധികരിപ്പിക്കുകയാണ്. ആ ഈമാനുള്ള ഓരോ മുഅ്മിനും ഓരോ മുഅ്മിനത്തും ഇനി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതായ അടങ്ങാത്ത സ്നേഹമാണ്. അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ നാവിലൂടെ പുറത്തേക്ക് വമിഞ്ഞൊഴുകട്ടെ, പുറത്തേക്ക് ഒഴുകട്ടെ. റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് സ്വലാത്തിലൂടെ നീ പ്രകടിപ്പിക്കണേ. ആ പരിശുദ്ധ പ്രവാചകനോടുള്ള അദമ്യമാകുന്ന സ്നേഹം നീ ലോകത്ത് പ്രകടിപ്പിക്കേണ്ടത് സ്വലാത്ത് സലാമിലൂടെയാണ്. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ സ്വലാത്ത് സലാമുകൾ ചൊല്ലിക്കൊണ്ട് മദീനയിലെ രാജകുമാരനെ സംതൃപ്തിപ്പെടുത്തണേ. ഇത് വിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പനയാണ്. കാരണം അല്ലാഹുവും അവന്റെ മലായികത്തുകളും കോടാനുകോടി മലക്കുകൾ ഈ ഭൂമുഖത്തുണ്ട്. ആകാശ ലോകത്ത് എത്ര മലക്കുകൾ ഉണ്ടെന്നറിയുമോ സ്വഹാബ? മാഫിസ് സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശ ലോകത്തേക്ക് ഓരോ ചവിട്ടടി വെക്കുമ്പോഴും ഓരോ ചവിട്ടടിയിലും ഓരോ മലക്കുകളുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ 7 ആകാശങ്ങൾ അതിനപ്പുറവും എത്രയെത്ര മലക്കുകളാണുള്ളത്. ഒന്നെണ്ണി നോക്കൂ ചെറുപ്പക്കാരാ, ഒന്നെണ്ണി നോക്കാൻ തയ്യാറാകൂ പെങ്ങളെ. കോടിക്കണക്കിന് മലക്കുകളാണ് ആകാശത്ത് തന്നെ തിങ്ങി നിറയുന്നത് എങ്കിൽ ഈ ഭൂമിയിൽ എത്ര മലക്കുകളാണുള്ളത്, എത്രയാണെന്ന് എണ്ണിപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കോടാനു കോടി മലക്കുകളാണ്. ആ മലക്കുകൾ മുഴുവനും അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് സലാം ചൊല്ലുന്നുണ്ടത്രേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങളും റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് സലാം അർപ്പിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്താൻ.
അള്ളാഹും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവരുടേതാകുന്ന നിലയ്ക്ക്, അവരുടേതാകുന്ന രീതിക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് നബിയുടെ മേൽ ചൊരിയുന്നു. പണ്ഡിതന്മാർ അതിന് ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. മലായിക്കത്തുകൾ മുത്തുനബിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ അതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മുത്തുനബിയുടെ മേൽ സ്വലാത്തും സലാമും അർപ്പിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. കൈഫ നുസല്ലി വനുസല്ലിമു അലൈക യാ റസൂലല്ലാഹ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, എങ്ങനെയാണ് റസൂലേ തങ്ങൾക്ക് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? എങ്ങനെയാണ് റസൂലേ തങ്ങൾക്ക് നാം സലാം അർപ്പിക്കേണ്ടത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പോലോ നിങ്ങൾ പറയണേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നിങ്ങൾ സലാത്ത് പറയേണ്ടത്, നിങ്ങൾ സലാം പറയേണ്ടത് ഈ രീതിയിലാണ്. അല്ലാഹുവേ, നീ മുഹമ്മദ് നബിയുടെ മേൽ, ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് നബിയുടെ മേൽ സലാത്ത് സലാമുകൾ ചൊല്ലണേ, നീ അർപ്പിക്കണേ അല്ലാ. നിന്റെ രക്ഷയും നിന്റെ ഗുണവും ആ മുത്തുനബിയുടെ മേൽ നീ സദാ വർഷിക്കണേ അല്ലാ. തീർന്നില്ല, പ്രവാചകരുടെ കുടുംബാദികളുടെ മേലും ആ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ മേലും അനുയായികളുടെ മേലും നീ വർഷിക്കണേ അല്ലാ. അങ്ങനെയാണ് നിങ്ങൾ സലാത്ത് സലാം അർപ്പിക്കേണ്ടത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് പൂർണ്ണമായ ഒരു രൂപം. സലാത്തുകൾ ധാരാളം ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത്, ആർക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ നിർവഹിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. അതിനാർക്കും അർത്ഥശങ്കയില്ല. ഏറ്റവും ശ്രേഷ്ഠമായ സലാത്താണ്. എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കുക.